കേരളത്തിലെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് CPM-നെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന് നടക്കുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് നിർത്തുന്നത്. ഇതിന്റെ ഫലമായി എന്ത് സംഭവിച്ചു? RSS ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മിനിസ്റ്റർ ഒരു കാര്യം, CPM സ്ഥാനാർത്ഥികൾ ജയിച്ചില്ല എന്നുകൊണ്ട് ജയിച്ച സ്ഥാനാർത്ഥികളുടെ മതത്തിന്റെ അടിസ്ഥാനം ശരിയായ നിലപാടാണ്. ഞാൻ പറഞ്ഞില്ല, പറയാത്ത നിങ്ങളെന്താ പറയുന്നത്? ഞാൻ വ്യക്തമായി എന്റെ നിലപാട് പറഞ്ഞു. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ ഒരു മതേതരവാദി. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞതിനെ പറ്റി കൃത്യമായി ക്ലാരിഫൈ ചെയ്തു. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പറ്റില്ല. നിങ്ങൾ അവിടെ BJPക്ക് ജയിച്ച ആളുടെ പേരും ലീഗിന് വേണ്ടി ജയിച്ച ആളുടെ പേരും നോക്കിയാൽ മതി ഞാൻ പറഞ്ഞു. മലപ്പുറവും കാസർഗോഡും മാത്രം എടുത്ത് പറയുമ്പോൾ അത് അസ്വാഭാവികതയില്ല ഒരു മതേതരത്വ സമൂഹത്തിൽ. അത് ബ്രാക്കറ്റ് ചെയ്ത് പറയല്ലേ, 2 ജില്ലകളെ മാത്രം. അവിടെ എല്ലാ വിഭാഗം എന്തുകൊണ്ട് തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളം പറയുന്നില്ല? മലപ്പുറവും കാസർഗോഡും വരുമ്പോൾ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. മലപ്പുറത്തെയും കാസർഗോഡിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസ്താവനയ്ക്ക് സമാനമല്ലേ ഇത് എന്ന ചോദ്യവും വിമർശനവുമാണ് ഉയരുന്നത്. എന്തായാലും സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയിൽ CPM-നും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോകുന്ന ഘട്ടത്തിൽ ഒരു മന്ത്രി തന്നെ ഇങ്ങനെ തുടർച്ചയായി വിവാദങ്ങൾ പെടുന്നു എന്ന സാഹചര്യമുണ്ട്. എന്തായാലും MV ഗോവിന്ദൻ രാവിലെ ഈ ചോദ്യത്തോട് പ്രതികരിച്ചത് രാവിലെ ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ അതൃപ്തി പ്രകടമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെയും. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അത് അങ്ങനെ പറയാൻ പാടുണ്ടോ? അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. യെസ്, അത് CPM-ന്റെ അതൃപ്തിയാണ് ആ കാണിക്കുന്ന MV ഗോവിന്ദന്റെ വാക്കുകളിലുള്ളത്. ഒടുവിൽ ആ അതൃപ്തിയിലൂടെയാണ് ഒടുവിൽ സജി ചെറിയാൻ തിരുത്തി പറയേണ്ടി വരുന്നത്. ഇന്ന് അല്പസമയം മുമ്പ് സജി ചെറിയാൻ്റെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ തന്നെ അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി കൂടി, അതിൻ്റെ സമ്മർദ്ദം കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഈ CPM-ന്റെ പൊതു നിലപാടാണ് ഇതെന്ന വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകളും ശക്തമായ നീക്കത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. CPM-നെതിരെ ശക്തമായ നീക്കമാണ് ഉണ്ടാകുന്നത്. തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ അടക്കമുള്ള വിമർശനം. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ. മുഖ്യമന്ത്രിയുടെ വാക്കുകളെ തുടർന്നാണ് ഇന്നലെ സജി ചെറിയാൻ വളരെ ആപൽക്കരമായ അപകടകരമായ ഒരു പ്രസംഗം ആലപ്പുഴയിൽ നടത്തിയത്. അദ്ദേഹം കാസർകോട്ടെയും മലപ്പുറത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ എണ്ണം പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗം എനിക്കത് ആവർത്തിക്കാൻ പോലും കഴിയില്ല. എത്ര അപകടകരമായ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM-ന്റെ ഒരു അജണ്ടയാണ് വർഗീയ ധ്രുവീകരണം, വർഗീയത ആളിക്കത്തിക്കുക. അതാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. അതാണ് അതേ തുടർന്ന് സജി ചെറിയാൻ നടത്തിയ പ്രസംഗം. ഇന്ന് സജി ചെറിയാൻ തിരുത്തി പറയാൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറഞ്ഞത്. അത് CPM-ന്റെ ഒരു അജണ്ടയാണ്. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ CPM വർഗീയ കാർഡ് കളിക്കാൻ ശ്രമിക്കുകയാണ്. സജി ചെറിയാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. 2 ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചയ്ക്ക് വർഗീയതയല്ലേ? അങ്ങനെ ഒരു വർഗീയത BJPക്കാർക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് K മുരളീധരനും രമേശ് ചെന്നിത്തലയും. അല്പസമയത്തിനുള്ളിൽ നമുക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കൂടി വാക്കുകൾ നോക്കാം. എന്തായാലും ഈ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കൽ സെറ്റിടുകയാണ് എല്ലാവരും. അതിൻ്റെ തുടക്കവും നീക്കവും കൂടിയാണ് സംഭവിക്കുന്നത്. DV അരുൺ എനിക്കിപ്പമുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പ്രധാനം ഇപ്പോഴത്തെ ഈ സജി ചെറിയാൻ്റെ പ്രസ്താവനയെ മാത്രം എടുത്തല്ലല്ലോ നമ്മൾ കാണേണ്ടി വരുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നടന്ന വെള്ളാപ്പള്ളിയും NSS ജനറൽ സെക്രട്ടറിയും നടത്തിയ പ്രസ്താവനകൾ, ഈ പ്രസ്താവനകളുടെയും സമുദായ ഐക്യപ്രഖ്യാപനങ്ങളുടെയും ആകത്തുക ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് കൂടുതൽ പരിഗണന കിട്ടുന്നു, അങ്ങനെയെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ ആ വികാരം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കം CPM നേതാക്കളിൽ നിന്നുണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഒരു വർഗീയ കാർഡ് ഇറക്കുക എന്നൊരു തന്ത്രം CPM നടത്തുന്നു എന്ന ആക്ഷേപം അത് ശരിയാകുമോ? അവർ
ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ ഒരുപോലെ എതിർക്കുന്നതാണ് തങ്ങളുടെ ശൈലിയും രീതിയും എന്നാണ് CPI നേതാക്കൾ ആവർത്തിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും വിമർശിക്കുമ്പോൾ അതെങ്ങനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയെ മാറുന്നതെന്ന് CPM ചോദിക്കുന്നു. അതേ നാവുകൊണ്ടല്ലേ ഞങ്ങൾ RSSനെ BJP വിമർശിക്കുന്നത്? അതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ വർഗീയതയില്ല, അത് മതേതര നിലപാട് തന്നെയെന്ന് CPM ആവർത്തിക്കുന്നു. ഒരു കാര്യം CPMന് ഉറപ്പാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ ന്യൂനപക്ഷങ്ങൾ പഴയതിൻ്റെ അത്ര അല്ലെങ്കിൽ സമീപ കുറച്ചുനാൾ മുമ്പ് വരെ നടന്നിരുന്ന ആ രീതിയിലുള്ളൊരു ഐക്യം അല്ലെങ്കിൽ സ്നേഹം ഇടതുപക്ഷത്തോട് കാണിക്കുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരം കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാകില്ലെന്ന് CPM തിരിച്ചറിയുന്നു. അവർ അവിടെ ഏറ്റവും പ്രധാനമായി കാണുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും വേണ്ടെന്ന് വയ്ക്കുകയല്ല, ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മതേതര വോട്ടുകൾ അതാണ് എപ്പോഴും ഇടതുമുന്നണി കിട്ടിക്കൊണ്ടിരുന്നത്. അത് ന്യൂനപക്ഷ വിഭാഗത്തിലെ വർഗീയ നിലപാടുകൾ, തീവ്ര നിലപാട് ചിന്തിക്കുന്ന ആളുകളുടെ അല്ല. പാർട്ടി കേഡർ ഇടത് വോട്ടുകൾക്കപ്പുറത്തേക്ക് മതേതര നിലപാടുള്ളവർ ഇപ്പോഴും കൂടെ നിൽക്കും. അതിനുവേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി SDPയെ ഇങ്ങനെ CPM കടന്നാക്രമിക്കുന്നത്. പക്ഷേ അപ്പോഴും തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്ക് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വേണ്ട പോലെ അവരുടെ ഒരു നീക്കം വിജയിച്ചില്ല. പക്ഷേ ഹൈന്ദവ വോട്ടുകൾ തന്നെ പരമാവധി സമാഹരിക്കണം. അത് കൂടുതൽ ലഭിക്കേണ്ടത് SNDP വോട്ടും NSS വോട്ടും തന്നെയാണ്. അത് സമാഹരിക്കാൻ ശ്രമങ്ങൾ തന്നെയാണ് CPM നടത്തുന്നത്. ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ്റെയും അതുപോലെ തന്നെ സുകുമാരൻ നായരുടെയും ഒരു ഐക്യ ആഹ്വാനം, അത് രണ്ട് സാമുദായിക സംഘടനകളുടെ ഒരു യോജിപ്പ് മാത്രമല്ല, അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടവും ലക്ഷ്യമിടുന്നത് CPMും ഇടതു മുന്നണിയുമാണ്. CPMന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും ചേർന്ന് നടത്തിയത്. അവിടെ പ്രതിപക്ഷ നേതാവെന്ന ഒരു വ്യക്തിക്കെതിരെ അല്ല നീക്കമെന്ന് നേതൃത്വം കണക്ക് കൂട്ടുന്നു. അത് കോൺഗ്രസിനെതിരായ നീക്കം തന്നെയാണ്. കാരണം കോൺഗ്രസിനെ പ്രതിപക്ഷ നേതാവ് ഭരണത്തിൽ വരുമെന്ന് ഉറപ്പ് പറയുന്നതും ഇല്ലെങ്കിലും രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറയുന്നതുമൊക്കെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷൻ, ഏകീകരണം പ്രതീക്ഷ തന്നെയാണ്. മലബാർ മേഖലയിൽ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങൾ ഒപ്പം നിൽക്കും. അതൊരു ലാൻഡ് സ്ലൈഡ് മജോറിറ്റിയിലേക്ക് മലബാർ മേഖലകളിൽ മാറുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഇപ്പുറത്ത് ഭൂരിപക്ഷ വോട്ടുകൾ ലഭിച്ചേ മതിയാകുമെന്ന് CPM കണക്ക് കൂട്ടുന്നു. മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് സ്വാധീനം കൂടുതലുള്ളൊരു സർക്കാരോ വരാനുള്ള സാധ്യതയാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷ സമുദായങ്ങളും കാണുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷത്തൊപ്പം നിൽക്കുന്നതാണ് നല്ലതെന്ന് അവരും ചിന്തിക്കുന്നു. സംഭവിക്കുന്നത് അതുതന്നെയാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു മെജോറിറ്റി വോട്ട് UDFിലേക്കും ഭൂരിപക്ഷ വിഭാഗങ്ങൾ അത് LDFിലേക്കും കൊണ്ടുവരാൻ നീക്കങ്ങളാണ് നടത്തുന്നത്. എത്രത്തോളം ഇത് രണ്ടും വിജയിക്കുമെന്ന് വ്യക്തമല്ല. കാരണം പൂർണ്ണമായും ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷ CPMനുണ്ട്. അത് ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിലൊക്കെ CPMന്റെ ഇടപെടലുകൾ ആ രീതിയിൽ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട്. ആദ്യം തങ്ങളാണ് കാന്തപുരത്തിൻ്റെ പരിപാടിയിലും സമസ്തയുടെ പരിപാടിയിലുമൊക്കെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചതും അതുതന്നെയാണ്. അവിടെ തങ്ങൾക്കൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നിരുന്ന വോട്ടെങ്കിലും ഉറപ്പിച്ചു നിർത്തുകയും BJPയിലേക്കും കോൺഗ്രസിലേക്കും പോയ ഹൈന്ദവ വോട്ടുകൾ തിരികെ കൊണ്ടുവരികയുമാണ് CPMന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്തരം ഒരു തന്ത്രം അവർ പയറ്റുന്നത്. CPMന് വലിയൊരു ആശ്വാസമാകുന്ന, മുന്നണിക്ക് ഒരു പ്രതീക്ഷയാകുന്ന നീക്കമാണ് SNDPയുടെയും NSSന്റെയും ഭാഗത്തുനിന്നുണ്ടായെന്ന് വ്യക്തമാണ്. അതിൻ്റെ കാർമ്മികത്വം ഒരുപക്ഷെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാകാം. അത് കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പൂർണ്ണമായും ഈ ന്യൂനപക്ഷ വിരുദ്ധരായി ഇടതുപക്ഷം മാറുന്നു. സംഘപരിവാർ അജണ്ട, സംഘപരിവാർ നിലപാടുകൾ ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നു എന്ന പ്രചരണവുമായാകും UDF മുന്നോട്ട് പോവുക. CPM ആകട്ടെ ഈ ഒരു SNDP എന്ന സൈക്യത്തിൻ്റെ അമിത ഒരു ആത്മവിശ്വാസമോ അമിത പ്രതീക്ഷയോ പരസ്യമായി പ്രകടിപ്പിക്കില്ല. വളരെ കരുതലോടെ മാത്രമാകും അവരുടെ സമീപനം. കാരണം ഇതെങ്ങനെ രാഷ്ട്രീയത്തിൽ ഉരുത്തിരിഞ്ഞു വരും, എത്രത്തോളം ഇത് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഇപ്പോഴും CPMന് സംശയമുണ്ട്. പക്ഷേ അവർക്ക് പ്രതീക്ഷ നൽകുന്ന നീക്കം തന്നെയാണ് SNDP NSന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സജി ചെറിയാന്റെ പ്രസ്താവന പക്ഷേ ആ രീതിയിൽ അവർ കാണുന്നു. സജി ചെറിയാന്റെ പ്രസ്താവന തിരിച്ചടി ഉണ്ടാക്കാം. നേരത്തെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തോട് ചേർന്ന് പോകുന്ന പ്രസ്താവനയെ ഒരുപക്ഷെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്ര കടുത്ത പരാമർശങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന നിലപാടുള്ളത് കൊണ്ടാണ് MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് സംസാരിക്കുമ്പോൾ, പ്രതികരിക്കുമ്പോൾ അത്രയധികം ഈ BJP NSS SNDP ഐക്യത്തെ ആ രീതിയിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാത്തത്. ഐക്യം എപ്പോഴും നല്ലതാണ്, പക്ഷേ അത് എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ നോക്കാമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. സജി ചെറിയാന്റെ പ്രസ്താവന കടുത്ത അതിർത്തിയും CPMന്റെ നേതൃത്വത്തിലുണ്ട്. ഒരു കാരണവശാലും അത്തരൊരു പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് CPM കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കുറച്ചുകൂടി ലഘുവാക്കിയ വിഷയം സജി ചെറിയാൻ അവതരിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.